പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കാക്കച്ചിയും നെയ്യപ്പവും. ഈ കഥ കേൾക്കൂ. കാക്കച്ചി അമ്മയ്ക്ക് നെയ്യപ്പം തിന്നാൻ വലിയ മോഹം തോന്നി. അവൾ നെയ്യപ്പം ഉണ്ടാക്കി വിൽക്കുന്ന മെയ്യപ്പനണ്ണാനെ പോയി കണ്ടു. മെയ്യപ്പനണ്ണാനെ, എനിക്കൊരു നെയ്യപ്പം ചുട്ടു തരൂ. നല്ല രുചിയുള്ള നെയ്യപ്പം തിന്നാൻ എന്തൊരു കൊതിയാണേ, എനിക്കെന്തൊരു കൊതിയാണേ. നെയ്യപ്പം ഉണ്ടാക്കാനുള്ള അരിയും ശർക്കരയും നാളികേരവും നെയ്യും കൊണ്ടുവന്നു തന്നാൽ ഞാൻ ഉണ്ടാക്കിത്തരാം. അത് കേട്ടപ്പോൾ കാക്കച്ചിക്ക് നിരാശയായി. അവൾ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി മുന്നോട്ട് പറന്നു. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ അയ്യമ്പുഴക്കാരി തെയ്യാമ്മ ചേടത്തി നെയ്യപ്പം ചൂടുന്ന മണം വന്നു. നെയ്യപ്പം വേണോ നെയ്യപ്പം, തെയ്യാമ്മ ചുട്ടൊരു നെയ്യപ്പം വേണോ, നല്ലൊരു പൊടിയിൽ ശർക്കര ചേർത്ത് നറുനെയ്യിൽ ചുട്ടോരപ്പം വേണോ. ഇത് കേട്ട് സന്തോഷത്തോടെ കാക്കച്ചി ഉറക്കെ വിളിച്ചു പറഞ്ഞു, വേണം വേണം നെയ്യപ്പം, തെയ്യാമ്മ ചേടത്തി ചുട്ടോരപ്പം. കാക്കച്ചി അമ്മയ്ക്കു 2 വേണം, വേഗം തരികൻ്റെ പൊന്നമ്മച്ചി. കാക്കച്ചി പറയുന്നത് ആ വീട്ടിലെ പൂച്ചമ്മ കേട്ടു. പൂച്ചമ്മ ദേഷ്യത്തോടെ അവളെ ഓടിച്ചു. എന്നിട്ട് തിരിച്ചു ചെന്ന് ഒരു നെയ്യപ്പം കടിച്ചെടുത്ത് കാക്കച്ചിയെ കൊതിപ്പിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വീടിൻ്റെ കിളിവാതിലിൽ പോയിരുന്നു. ശോ, പൂച്ച, നാശം പിടിച്ച പൂച്ച എന്നു പറഞ്ഞ് തെയ്യാമ്മ കയ്യിൽ കിട്ടിയ നെയ്യപ്പം എടുത്ത് പൂച്ചയെ എറിഞ്ഞു. നെയ്യപ്പം കൊണ്ടുള്ള ഏറുകൊണ്ട് പൂച്ചയുടെ വായിലെ നെയ്യപ്പം പിടിവിട്ട് താഴെ വീണു. പൂച്ചയെ എറിഞ്ഞ നെയ്യപ്പവും പുറത്തേക്ക് തെറിച്ചു. കാക്കച്ചി സന്തോഷത്തോടെ ഒരു നെയ്യപ്പം വായിലും ഒരു നെയ്യപ്പം കയ്യിലുമെടുത്ത് കൂട്ടിലേക്ക് പറന്നു. പൂച്ച വിഡ്ഢിയായി അത് നോക്കി നിന്നു. കൂട്ടിലെത്തിയ കാക്കമ്മ സന്തോഷത്തോടെ പാടി, കാക്കച്ചി അമ്മയ്ക്കു നെയ്യപ്പം കിട്ടി, ചൂടുള്ള നെയ്യപ്പം 2 കിട്ടി. തെയ്യാമ്മ ചുട്ടൊരു നെയ്യപ്പം, പൂച്ചയ്ക്കു കിട്ടാത്ത നെയ്യപ്പം, നല്ല രുചിയുള്ള നെയ്യപ്പം കാക്കച്ചി അമ്മയ്ക്കു കിട്ടി. എന്നിട്ട് നെയ്യപ്പം കഷ്ണങ്ങളായി മുറിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ബാക്കിയുള്ളത് കാക്കച്ചി രുചിയോടെ തിന്നു.